അധികാരത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അത് ഈ പറവൂർ ചേന്ദമംഗലത്തെ കൂട്ടക്കൊലപാതകം തന്നെയാണ്. അതിൽ പ്രതി ഋതുരാജിനെ 3 ദിവസമായി പോലീസ് ചോദ്യം ചെയ്യുകയാണ്. 5 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ അത് എങ്ങനെ പ്രാവർത്തികമാക്കുമെന്നൊരു സംശയം പോലീസിനുണ്ട്. പ്രത്യേകിച്ച് വലിയ ജനരോഷം കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ 2 തവണ ഹാജരാക്കിയപ്പോഴും വലിയ പ്രതിഷേധം ഈ ഋതുവിന് നേരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും എങ്ങനെ ഈ പ്രത്യേകിച്ച് ഇതുപോലൊരു പ്രദേശത്ത് എങ്ങനെ ഇയാളെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തുമെന്നുള്ള കാര്യം പോലീസിന് വലിയ സംശയമുണ്ട്. വലിയ ജനരോഷമേരും പ്രതിക്കെതിരെ ഒരുപക്ഷെ ആളുകൾ അക്രമാസക്തരാകാനുള്ള അടക്കം സാധ്യതയുണ്ട്. അപ്പോൾ ഇയാളുടെ സുരക്ഷ അത് പോലീസാണ് നോക്കേണ്ടത്. അപ്പോൾ ഇയാളെ തെളിവെടുപ്പ് നടത്തുന്നത് പോലീസിന് വലിയ ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊരു തലവേദന പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇന്ന് തെളിവെടുപ്പ് നടത്താനൊരു സാധ്യത പോലീസ് കാണുന്നുണ്ട്. പുലർച്ചെയോ അല്ലെങ്കിൽ രാത്രിയോ തെളിവെടുപ്പ് നടക്കുമെന്ന് മാത്രമാണ് പോലീസ് നിലവിൽ കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരമോ രാത്രിയിലോ തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നാളത്തേക്ക് മറ്റോ മാറ്റിവെക്കേണ്ടി വരും. മറ്റന്നാൾ ഇയാളുടെ കസ്റ്റഡി അപേക്ഷ തീരുകയാണ്. നിലവിൽ ഇയാളെ മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഈ സ്പോർട്സ് കൗൺസിലും കേരള ഒളിമ്പിക് അസോസിയേഷനും തമ്മിലുള്ള തർക്കം അത് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേസിലെ എല്ലാ കക്ഷികൾക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. 2 വോളിബോൾ ടീമിനെ ദേശീയ ഗെയിംസിൽ പങ്കെടുക്കാൻ അയച്ചതുമായി ബന്ധപ്പെട്ടുള്ള ഈ തർക്കത്തിൽ ഇന്ന് ഒരുപക്ഷെ ഹൈക്കോടതി ഒരു അന്തിമ തീരുമാനം പറഞ്ഞേക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ജിൽസി.